മിന്നൽ മുരളിയുടെ കോർ റൈറ്റർ അനിരുദ്ധൻ്റെ ആദ്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വെറുതെയായി എന്ന് തന്നെ പറയാം. നനഞ്ഞ പടക്കം, ഹൈപ്പുകളുടെയും സോഷ്യൽ മീഡിയ തള്ളലുകളുടെയും ബഹളത്തിൽ ഒരു മുഴുനീളൻ പ്ലാസ്റ്റിക് സിനിമയായിട്ട് അതിരടി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇതിന്റെ തിരക്കഥ, മിന്നൽ മുരളിയുടെ വില്ലന് പോലും ഗംഭീരമായിട്ടുള്ള ഇമോഷൻ ഡെപ്ത് നൽകിയ തിരക്കഥത്താണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. ബേസിൽ ജോസഫിന്റെ ഓവർ ആക്ടിംഗ് എന്ന് വെച്ചാൽ ഓവർ ആക്ടിങ്, കഥാപാത്രം സ്ക്രീനിൽ വെറുപ്പിക്കലായിട്ട് മാറുകയാണ്. പിന്നെ ടൊവിനോ തോമസിന്റെ മാസ് ദുരന്തം എന്ന് ഞാൻ പറയും. ഇന്റർവൽ ടൈമിൽ അദ്ദേഹത്തിന് കൊടുത്ത ബിൽഡപ്പ് എലിവേഷനും ഒക്കെ കൊടുത്ത ടൊവിനയെ, തോട്ടാക്കുട്ടൻ എന്ന കഥാപാത്രം രണ്ടാം പകുതിയിൽ കൂപ്പുകുത്തി വീണുപോയി. വമ്പൻ ഹൈപ്പിൽ വന്നിട്ട് ബോറൻ നരേഷനായി പോയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വേസ്റ്റ് കഥാപാത്രമായിട്ട് അത് പോയി. അതോടൊപ്പം തന്നെ ഇമോഷൻസും അതോടൊപ്പം തന്നെ സിനിമയിലെ കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഒരുമാതിരി പിന്നെ എന്ത് പറയുന്നത് മിന്നി പക്ഷേ തിളങ്ങിയില്ല എന്ന് പറയുന്ന രീതിയിലായിപ്പോയി, ഒട്ടും നാളെ സ്പർശിക്കാത്ത രീതിയിലായിപ്പോയി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റിയ ഷിബു, പുള്ളിക്കാരിക്ക് ഇതുവരെയും സർവ്വമായതെന്നും വണ്ടി കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറുകയാണ്. ആ ഡെലലു ലോകത്ത് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഒരു ആശ്വാസം വിഷ്ണു അഗസ്ത്യ മാത്രമാണ്. കൃത്രിമങ്ങൾക്കിടയിലും ആകപ്പാടെ ഒരു ആശ്വാസം നൽകിയ ഒരു കഥാപാത്രം അത് മാത്രമാണ്. പക്ക നാച്ചുറൽ ആക്ടിങ്. പക്ഷേ സ്ക്രിപ്റ്റിലെ ആ ഒരു നിർവികാരത കൊണ്ട് ആ കഥാപാത്രത്തിന് ഒടുവിൽ അതും തകർന്ന് തരിപ്പണായി പോയി എന്നുള്ളതാണ്. പിന്നെ ഒറ്റ പാട്ട് കൊള്ളാം, ബാക്കി ഒന്നും കൊള്ളില്ല. ബാക്കി പല സീനുകളിലും പശ്ചാത്തല സംഗീതം തലവേദന അടുപ്പിച്ച്